ആത്മവിശ്വാസമല്ല, അത് ഇതുവരെ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ എഴുതിയ സിനിമകളിലും പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിലും ഡയറക്ട് ചെയ്ത സിനിമകളിലും പറ്റിയിട്ടുണ്ട്. നമ്മൾ അഭിനയിക്കുന്ന സിനിമകൾ പറയാൻ പറ്റില്ല, കാരണം നമ്മൾ കംപ്ലീറ്റ്ലി നിരായുധരാണ് ആ ഒരു കാര്യത്തിൽ. നമുക്കറിയില്ല, കാരണം നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഫുൾ സ്ക്രിപ്റ്റും പരിപാടികളും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും, പലപ്പോഴും വായിച്ചിട്ടില്ല, വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതെങ്ങനെ ബാക്കിയുള്ള ആക്ടേഴ്സും ബാക്കിയുള്ള ടെക്നീഷ്യൻസും അല്ലെങ്കിൽ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു ഇതൊന്നും നമുക്കറിയില്ലല്ലോ. സോ ഒരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി നിരായുധരാണ്. വി ആർ ജസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്. സോ നമുക്ക് അത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഞാൻ റെസ്പോൺസിബിൾ ആവുന്നതും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഞാൻ എഴുതുന്ന സിനിമകൾക്കാണ്. എനിക്ക് സിൻഡ്രല്ലയിൽ ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. ഞാൻ അഭിനയിക്കുന്ന സിനിമകൾക്ക് ആ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇവിടെ വന്ന അടുക്കള കണ്ടു, വാഷ് ബേസിൻ കണ്ടു, ബാത്റൂം കണ്ടു. ഞാൻ കണ്ടായിരുന്നു. മറ്റേ ഭക്ഷണം കഴിച്ചിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ പോകാനുള്ള സ്ഥലവും ഞങ്ങൾ ഉണ്ടായിരുന്നു. ബെഡ്റൂം എവിടെ ചേട്ടാ? ബെഡ്റൂം അവിടെ. നമുക്ക് പോയിട്ട് വരാം. സിൻഡ്രല്ലേ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ. ഇതെന്താ? ഇതൊരു മറ്റൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അല്ലേ? അതെ അതെ, ആർട്ടിഫിഷ്യലാ. ഇത് ആർട്ടിഫിഷ്യൽ തോന്നിക്കുന്ന മറ്റേ ഓക്സിജൻ ജനറേറ്റിംഗ് പ്ലാന്റ്. ഇവിടെ ചേട്ടാ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ ഇത്? അതിന് പല ഉപയോഗങ്ങളുണ്ട്. വേണമെങ്കിൽ സാധാരണ ഉപയോഗം എന്ന് പറയുന്നത് മെഴുതിരി വെക്കാം. ഓ, ഇത് മെഴുകുതിരി സ്റ്റാൻഡാണോ? ഓ യാ, മെഴുതിരി സ്റ്റാൻഡാണ്. പിന്നെ വേണമെങ്കിൽ ഡ്രിങ്ക് അടിക്കാം. മെഴുതിരി മാറ്റിയിട്ട് അതാണ് നിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എനിക്ക് മനസ്സിലായി. ഒരു ടെക്കീല ഷോട്ടാണ് നിന്റെ മനസ്സിലൂടെ. ചേട്ടാ വാ, ഇതെന്താ സംഭവം? ഇവിടെ ഇങ്ങനെയുള്ള കുറെ വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ. ഇതെന്താ? എന്തായിരിക്കും ഇതെന്താന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. വെറുതെ അതിന്റെ ഷേപ്പ് കണ്ടിട്ട് എന്തായിരിക്കും? ഇതൊരു ഫ്ലവർ പോട്ട് ആയിരിക്കും. ഞാൻ വിചാരിച്ചു നീ കൊളാമ്പി എന്ന് പറയാം. അല്ല, ഞാൻ ഇവിടെ വന്നപ്പോ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കണ്ടു. ഇത് ടൈം പീസ് ആണോ? ഇതൊക്കെ എവിടെന്നാ ചേട്ടാ? ഇവിടെ വന്നാൽ ഇങ്ങനെ ഭയങ്കര രസമുള്ള കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്. എല്ലാം കാണുമ്പോ എനിക്ക് പെറുക്കി എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നുന്നു. പാവം, ഇവിടുന്ന് കുറെ പെറുക്കി കൊണ്ടുപോയ ഒരാളുണ്ട്. അതാരാ? സുരഭി. ആണോ? പത്മയുടെ പ്രൊമോഷൻ. ചേട്ടാ, ഞാൻ ഇന്ന് സിൻഡ്രല്ലയുടെ പ്രൊമോഷനാ വന്നേക്കണേ. എനിക്ക് എന്തൊക്കെയാ തരാ? എല്ലാം നിനക്കുള്ളതല്ലേ എന്റെ നെഞ്ചിലെ പാട്ടിന്റെ പാൽക്കെണ്ണം. ഇത് ചേട്ടൻ ഇപ്പൊ എഴുതിയതാണോ? പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. ഇതിന്റെ തുടക്കം എങ്ങനെയാ? ഇവിടെ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഈ ലൈറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. ഇത് പക്ഷെ ഇതിന്റെ ബാക്കിയെല്ലാം ഡി ലൈഫ് ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം അതിന്റെ ബെഡും പരിപാടിയൊക്കെ ആണ്. ഈ ഇത്തരം ഫോട്ടോസ് ഒക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത്തരം വൃത്തികേടുകൾ ഞാനായിരിക്കും ചെയ്യുന്നത്. നമ്മൾ അങ്ങനത്തെ പരിപാടിയും ചെയ്യാറില്ല. ഇത് ആരോ എനിക്കൊരു തമ്പി തന്നെയാണ്.